ഇന്ന് നമുക്ക് റെക്സ് ബിഗോണിയ പ്ലാന്റിൻ്റെ കിഡിലിനൊരു കോംബോ ഓഫർ കാണാം കേട്ടോ. അപ്പോൾ റെക്സ് ബിഗോണിയ പ്ലാന്റ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് നമ്മൾ വളർത്തുന്നത് പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഭംഗി വരുന്നത്. കറക്റ്റ് ഷെയ്ഡിൽ അത്യാവശ്യം പ്രകാശമൊക്കെ കിട്ടുന്ന പോലെയുള്ളൊരു സ്പേസിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് കളറ് നല്ല ഒരു ഗ്ലോയിൽ കിട്ടും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പക്ഷേ കുറച്ച് വെയിലൊക്കെ അടിക്കുന്ന സ്ഥലത്ത്, കുറച്ച് പൊടിയൊക്കെ അടിക്കുന്ന സ്ഥലത്താണ് ഈ പ്ലാന്റ് വെക്കുന്നതെങ്കിൽ ഇത്രത്തോളം ഭംഗി പ്ലാന്റിന് കിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ലീഫ് എത്ര നമ്മൾ സേഫായിട്ട് എത്ര നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് വെക്കുന്നോ അത്രയും ഭംഗിയായിട്ട് ഈ പ്ലാന്റ് നിൽക്കും. നമുക്കറിയാം ഒത്തിരി കളർ വെറൈറ്റീസ് ലീഫിൽ വരുന്ന ഒരു പ്ലാന്റാണ്. പൂച്ചെടികൾ പോലെ തന്നെ ഈ ഒരു റെക്സ് ബിഗോണിയയ്ക്ക് ആവശ്യക്കാരും ഉണ്ട്. അപ്പോൾ ഒത്തിരി എൻക്വയറി വരാറുള്ളൊരു പ്ലാന്റാണ്, എപ്പോഴും ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസൊക്കെ കാണിച്ചു തരാം. നല്ല പ്ലാന്റാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 10 വെറൈറ്റി കളേഴ്സാണുള്ളത്. കളർ സെലക്ഷൻ ഇല്ല കേട്ടോ, ഏതെങ്കിലും 10 വെറൈറ്റീസ് ആയിരിക്കും കിട്ടുന്നത്. എല്ലാം നല്ല പ്ലാന്റ്സ് ആണ്, ലീഫിൽ നല്ല നല്ല ഷെയ്ഡ്സ് വരുന്ന വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പ്ലാന്റ്സ് വരുന്നത്. അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെ അത്യാവശ്യം നല്ല ലീവ്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ, ഒരു ലീഫല്ല. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് ലീഫുണ്ട്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും 10 വെറൈറ്റീസ് ആയിരിക്കും തരുന്നത്. ഇതിപ്പോൾ നമ്മൾ 20ഓളം വെറൈറ്റീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 10 വെറൈറ്റീസ് ആയിരിക്കും നമ്മുടെ കോംബോയിൽ തരാനായിട്ട് പോകുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ജിഫി ബാഗിൽ വരുന്ന പ്ലാന്റാണ്. ജിഫി വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്തിട്ട് നടാം, അല്ലെങ്കിൽ നമുക്ക് ജിഫിയോട് കൂടി തന്നെ ഈ പ്ലാന്റ് നടാവുന്നതാണ്. നടുമ്പോൾ ഒരുപാട് ചെളി പോലത്തെ മണ്ണിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് അങ്ങനെ നിൽക്കില്ല. നമ്മൾ കൊക്കോപീറ്റ്, കമ്പോസ്റ്റ്, കുറച്ച് മണ്ണ്, അതായത് നന്നായിട്ട് നീർവാഴ്ച ഉണ്ടാവണം. അതുപോലെയുള്ള മണ്ണാണെങ്കിൽ ആ മണ്ണിലേക്ക് കുറച്ച് വളമൊക്കെ മിക്സ് ചെയ്തിട്ട് നട്ടാലും മതി. അപ്പോൾ വളം എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും മിക്സ് ചെയ്യേണ്ട, നല്ല ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയോ കമ്പോസ്റ്റ് മിക്സോ ഉണ്ടെങ്കിൽ അത് തന്നെ മതി കേട്ടോ. ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാവുമെങ്കിൽ പോലും ഇതിൻ്റെ പൂക്കളേക്കാൾ ഭംഗിയായിട്ട് വരുന്നത് ഇലകളാണ്. അപ്പോൾ പൂക്കൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം, ലീഫ് നല്ല ഭംഗിയായിട്ട് വന്നോളൂ. അപ്പോഴേക്കും കാൽഷ്യം നൈട്രേറ്റ് അതുപോലെ തന്നെ NPK ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നൈട്രജൻ റിച്ച് ആയിട്ടുള്ള എല്ലാ വളങ്ങളും ഉപയോഗിക്കാം. ചാണകപ്പൊടിയൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഉണക്കി പൊടിച്ചതാകുമ്പോൾ ഫംഗസ് ഒന്നും ഉണ്ടാവില്ല. ഫംഗസിൻ്റെ ഇഷ്യൂസ് വന്നിട്ടാണ് പ്ലാന്റ് മെയിനായിട്ട് നാശമായി പോകുന്നത്. അപ്പോൾ അത് വരാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം നനവ് കൊടുക്കുക. നനച്ച് കൊടുക്കുമ്പോൾ ലീഫും കൂടി ഇടയ്ക്കൊന്ന് നനച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. കാരണം ലീഫിൽ ഇങ്ങനെ പൊടിയോ എന്തെങ്കിലും അഴുക്കോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫ് അത്ര ഭംഗിയായിട്ട് നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഫ് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. റെക്സ് ബിഗോണിയയിൽ ഏതാണ് നല്ല വെറൈറ്റീസ് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. എല്ലാം ഒന്നിനൊന്ന് ഭംഗിയാണ്. ലീഫിൽ ഇതുപോലെ നല്ല പാറ്റേൺസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ലീഫൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുള്ള വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ ചില സമയത്തുള്ള പ്ലാന്റിൽ അധികം ലീഫിങ്ങനെ ഉണ്ടാവാറില്ല. ഇപ്പോൾ നല്ല ലീഫൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഉള്ളത്. ഇതിൻ്റെ 10 വെറൈറ്റീസാണ് നമ്മൾ കോംബോ ഓഫറിൽ വയ്ക്കുക എന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ. 10 വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള കോംബോ ഓഫറിന് നമുക്ക് 499 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത്. വേറെ എക്സ്ട്രാ ചാർജൊന്നുമില്ല കേട്ടോ. ഈ ഒരു ചാർജിലായിരിക്കും അയക്കുന്നത്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റിലാണ് പ്ലാന്റ് വേണ്ടത്, ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡ് പോസ്റ്റിൽ അയച്ചു തരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സിൽ തന്നെ ഒന്ന് ഇടുക കേട്ടോ. നിങ്ങളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് ഇടുന്നതിൻ്റെ ഒപ്പം സ്പീഡ് പോസ്റ്റ് ഒന്നും കൂടി അതിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഹോം ഡെലിവറി കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെക്സ് ബിഗോണിയ പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്നു പോകരുതേ.